ജനനായകൻ റിലീസിന് മുൻപ് ഓൺലൈനിൽ ചോർന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വിജയ് ചിത്രം ഔദ്യോഗികമായി തിയേറ്ററുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ ഇതിന്റെ വ്യാജ പതിപ്പ് 1.2 കോടിയിലധികം ആളുകൾ കണ്ടതായി റിപ്പോർട്ടുകൾ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും അധികം ആളുകളിലേക്ക് സിനിമയുടെ വ്യാജ പതിപ്പ് എത്തിച്ചത് വൻ അനീതിയാണെന്ന് കോടതി. വിജയ്ക്ക് വൻ തിരിച്ചടി, ആരാധകർക്കും കട്ട നിരാശ. അതെ, ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വിജയ് ചിത്രമാണ് ജനനായകൻ. രാഷ്ട്രീയത്തിലേക്കിറങ്ങിയ വിജയ് അവസാനമായി അഭിനയിച്ച ചിത്രം എന്ന നിലയിൽ തന്നെ ആരാധകർ ആഘോഷമാക്കാൻ തീരുമാനിച്ചിരുന്ന ചിത്രം കൂടിയാണിത്. എന്നാൽ ചിത്രത്തിന്റെ റിലീസ് മുടങ്ങുന്ന കാഴ്ചയായിരുന്നു തുടക്കം മുതൽ നമ്മൾ കണ്ടത്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടും ചിത്രം തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല. ആരാധകരുടെ ആ കാത്തിരിപ്പ് ഉടൻ അവസാനിക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിന് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സെൻസർ ബോർഡ് ചിത്രം കണ്ടുവെന്നും 2 ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നൽകുമെന്നാണ് റിപ്പോർട്ട്. അതേസമയം ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആയിരിക്കും ലഭിക്കുകയെന്നും റിപ്പോർട്ടുകൾ സിനിമാ ലോകത്ത് പരക്കെ ചർച്ചയായിട്ടുണ്ട്. വാർത്തകൾ ശരിയാണെങ്കിൽ ജൂലൈ അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ ഓഗസ്റ്റ് ആദ്യവാരത്തോടെയോ ജനനായകൻ ആരാധകർക്ക് മുന്നിലേക്ക് എത്തും. അതേസമയം റിലീസാകാത്ത ചിത്രത്തിന്റെ വ്യാജപതിപ്പ് ഓൺലൈനിൽ പുറത്തായത് വൻ വിവാദത്തിന് കാരണമായിരുന്നു. ഇപ്പോഴിതാ റിലീസിന് മുന്നേ ജനനായകൻ 1 കോടി ആളുകൾ കണ്ടുവെന്ന റിപ്പോർട്ടുകൾ. ഓൺലൈനിൽ സിനിമ അത്രത്തോളം പ്രചരിച്ചുവെന്നും പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ചിത്രം ജനുവരി 9 റിലീസ് ചെയ്യാനിരുന്നതായിരുന്നു. എന്നാൽ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതുകൊണ്ടാണ് ഇതുവരെ ചിത്രം റിലീസ് ചെയ്യാതിരുന്നത്. വിജയ് നായകനായ സിനിമ ചോർന്ന സംഭവത്തിൽ മുഖ്യപ്രതിയടക്കം 3 പേരാണ് പിടിയിലായിരിക്കുന്നത്. ഫ്രീലാൻസ് എഡിറ്ററായ യുവാവാണ് കേസിലെ മുഖ്യപ്രതി. ചെന്നൈ പോലീസ് സൈബർ ക്രൈം വിഭാഗമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരു ചിത്രത്തിന്റെ ജോലികളുമായി ബന്ധപ്പെട്ട ഫ്രീലാൻസ് എഡിറ്ററായ യുവാവ് സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഇവിടെ വെച്ച് അനധികൃതമായി ജനനായകൻ റീൽ സ്വന്തമാക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ആ പകർപ്പ് നിർമ്മിച്ചുവെന്നാണ് പറയുന്നത്. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച 6 പേരെ നേരത്തെ പിടികൂടിയിരുന്നു. ഇതോടെ കേസിൽ 9 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയധികം ആളുകളിലേക്ക് സിനിമയുടെ വ്യാജപതിപ്പ് എത്തിച്ചത് വൻ അനീതിയാണെന്ന് കോടതി കണ്ടെത്തി. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.